നമസ്കാരം. ഡിവൈൻ തോട്ട്സ് മലയാളം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ടും ജീവിതത്തിൽ ഒരു ഉയർച്ചയില്ല. വരവിനേക്കാൾ കൂടുതൽ ചിലവ് വരിക. വീട്ടിൽ കയറി വന്നാൽ ഒരു സമാധാനവുമില്ല. വീട്ടുകാർ തമ്മിൽ ചേർച്ചയില്ലാതെ എപ്പോഴും കലഹിച്ചുകൊണ്ടിരിക്കുക. ജീവിതം മടുത്തു എന്ന് തോന്നുന്നവരാണോ നിങ്ങൾ? തീർച്ചയായും ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ ചെയ്തു നോക്കൂ. നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടും. എല്ലാവർക്കും ചെയ്യാൻ സാധിക്കുന്ന മൂന്ന് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. വീഡിയോ മുഴുവനായിട്ടും കാണുക. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. 3 കാര്യങ്ങളും ചെയ്യുന്നത് വളരെ ഉത്തമമാണ്. ഇനി 3 ചെയ്യാൻ സാധിച്ചില്ല എങ്കിൽ ഏതെങ്കിലും ഒരു കാര്യമെങ്കിലും നിങ്ങൾ ചെയ്തു നോക്കുക. തീർച്ചയായും അതിൻ്റെ ഒരു ഫലം ലഭിക്കുന്നതാണ്. ഒന്നാമതായി സൂര്യമുഖം സ്ഥാപിക്കുക. സൂര്യമുഖം എന്ന് പറയുമ്പോൾ സൂര്യൻ്റെ നല്ല തേജസ്സുള്ള ഭംഗിയോടു കൂടിയ മുഖം. അത് പിച്ചളയിലോ ചെമ്പിലോ തീർത്തത്. അത് നിർബന്ധമായിട്ടും ഈ രണ്ടിലും പിച്ചളയിലോ ചെമ്പിലോ തീർത്തത് തന്നെ വേണം. ഒരു സൂര്യമുഖം വാങ്ങി വീടിൻ്റെ വടക്ക് കിഴക്കേ മൂലയിൽ സ്ഥാപിക്കുക. വടക്ക് കിഴക്കേ മൂലയിൽ എന്തെങ്കിലും കാരണവശാൽ അത് സ്ഥാപിക്കാൻ സാധിക്കാത്തവർ വടക്ക് വശത്തോ അല്ലെങ്കിൽ കിഴക്ക് വശത്തോ മധ്യത്തിലോ ആയിട്ട് സ്ഥാപിക്കാവുന്നതാണ്. അത് ഏതെങ്കിലും ക്ഷേത്രത്തിൽ കൊടുത്ത് പൂജിച്ചതിന് ശേഷം വീട്ടിൽ സ്ഥാപിക്കുക. ഇത് സ്ഥാപിക്കുന്നത് മൂലം നിങ്ങളെയും നിങ്ങളുടെ വീടിനെയും ബാധിച്ചിരിക്കുന്ന സകല ദോഷങ്ങളും മാറി ജീവിതം ഐശ്വര്യമുള്ളതായി തീരുന്നു. കണ്ണേറ്, ദൃഷ്ടിദോഷം ഇവയെല്ലാം തന്നെ മാറി നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ജീവിതം ലഭിക്കുന്നു. ഇത് വെക്കേണ്ട രീതി അയൽക്കാരും അതുപോലെ തന്നെ പുറത്തു നിന്ന് വരുന്നവരും പോകുന്നവരും എല്ലാം അവരുടെ ദൃഷ്ടി പതിയുന്ന രീതിയിൽ വീടിൻ്റെ ഭാഗത്ത് വേണം ഇത് വെക്കാനായിട്ട്. വടക്ക് കിഴക്കേ മൂലയിൽ വീടിൻ്റെ പുറത്തായിട്ട് വേണം എല്ലാവരുടെയും അയൽക്കാരുടെ എല്ലാം ദൃഷ്ടി പതിക്കുന്ന രീതിയിൽ വേണം ഇത് സ്ഥാപിക്കാനായിട്ട്. രണ്ടാമതായി വീടിൻ്റെ സ്വീകരണ മുറിയിൽ ഒരു ചില്ലിൻ്റെ ഗ്ലാസ്സിൽ നിറയെ ശുദ്ധജലം എടുത്ത് അതിൽ ഒരു നാരങ്ങ ഇട്ട് വെക്കുക. നാരങ്ങ നമ്മളിടുമ്പോൾ നല്ല മഞ്ഞ കളറിൽ ഉരുണ്ട നാരങ്ങ വേണം, പഴുത്ത നാരങ്ങ വേണം ഇട്ട് വയ്ക്കാനായിട്ട്. വാടിയ നാരങ്ങയൊന്നും ഉപയോഗിക്കരുത്. ഇതൊരു 5 ദിവസം കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു 3 ദിവസം അല്ലെങ്കിൽ കൂടിയത് ഒരു 5 ദിവസം. അത് കഴിയുമ്പോൾ പുതിയ വെള്ളവും നാരങ്ങയും ഉപയോഗിക്കുക. മാറ്റി ആ ഗ്ലാസ്സിൽ വെള്ളവും കളഞ്ഞ് അതുപോലെ തന്നെ നാരങ്ങയും പുതിയത് ഉപയോഗിക്കുക. ഇനി എല്ലാ ദിവസവും വെള്ളവും നാരങ്ങയും മാറ്റാൻ പറ്റിയാൽ കൂടുതൽ ഉത്തമം. എല്ലാ ദിവസവും പുതിയ വെള്ളം ഗ്ലാസ്സിലെടുത്ത് നാരങ്ങ ഇട്ട് വയ്ക്കുക. നിങ്ങൾ ചില വ്യാപാര സ്ഥാപനങ്ങളിലും ഹോട്ടലുകളിലൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അവിടെ കൗണ്ടറിൽ, ക്യാഷ് കൗണ്ടറിലൊക്കെ തന്നെ ഫ്രണ്ടിലായിട്ട് എല്ലാവരുടെയും ദൃഷ്ടി പതിയുന്ന രീതിയിൽ ഒരു ഗ്ലാസ് നിറയെ വെള്ളത്തിൽ നാരങ്ങ ഇട്ട് വെച്ചിരിക്കുന്നത്. ഇതുപോലെ നിങ്ങൾ കുറച്ച് ദിവസങ്ങളിലൊന്ന് ആവർത്തിച്ച് നോക്കൂ. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ നല്ല മാറ്റം അനുഭവപ്പെടുന്നതായിട്ട് അറിയാൻ സാധിക്കും. ജീവിതം ഐശ്വര്യപൂർണ്ണമാവുകയും വെച്ചടി സാമ്പത്തികമായിട്ടുള്ള കയറ്റം ഉണ്ടാവുകയും ചെയ്യുന്നു. ഇനി മൂന്നാമതായി ഒരു ചെറിയ ഓട്ടുരുളിയിൽ നിറയെ ജലമെടുത്ത് അതിൽ പൂക്കളിട്ട് വീടിൻ്റെ വടക്കു കിഴക്കു ഭാഗത്ത് വയ്ക്കുക. മഹാലക്ഷ്മി പ്രീതി കിട്ടുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഉരുളിയിൽ ചുവന്ന പുഷ്പങ്ങളാൽ ഉരുളി അലങ്കരിക്കുകയാണെങ്കിൽ അത് വളരെയധികം ഉത്തമമാണ്. ഇനി ചുവന്ന പുഷ്പങ്ങൾ കിട്ടിയില്ലെങ്കിൽ നമുക്ക് ലഭിക്കുന്ന വെള്ളയോ മഞ്ഞയോ ഏതെങ്കിലും പുഷ്പങ്ങൾ ഉപയോഗിച്ച് നിറയെ പൂക്കളിട്ട് നല്ല ഭംഗിയിൽ അലങ്കരിക്കുക. ഓട്ടുരുളി തന്നെ വേണം. അത് വലിയ ഓട്ടുരുളിയൊന്നും വേണമെന്നില്ല, ഒരു ചെറിയ ഉരുളിയാണെങ്കിലും മതി. അങ്ങനെ ഒന്ന് ചെയ്തു നോക്കുക. ഇതുമൂലം നിങ്ങളുടെ വീട്ടിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും നിറയുന്നു. ഈ 3 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്നെങ്കിലും ചെയ്താൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടും. വീട്ടിലെ നെഗറ്റീവ് ഊർജ്ജമെല്ലാം ഇല്ലാതായി പോസിറ്റീവ് ഊർജ്ജം നിറയുകയും സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളെല്ലാം മാറുകയും ദമ്പതിമാർ തമ്മിലുള്ള കലഹങ്ങളെല്ലാം മാറി സമാധാനമായിട്ടുള്ളൊരു ജീവിതം എല്ലാം തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ളൊരു ജീവിതം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ ഉറപ്പായും നിങ്ങൾ ചെയ്തു നോക്കുക. എല്ലാവരെയും സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം. നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം.